നമസ്കാരം. ആക്ഷൻ ഹീറോ ബിജു സിനിമയുമായി ബന്ധപ്പെട്ട് നടൻ നിവിൻ പോളിയെ വ്യാജ കേസിൽ കുടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കോടതി. വൈക്കം കോടതിയുടേതാണ് നടപടി. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു രണ്ടാം ഭാഗത്തിൽ നിർമ്മാണ പങ്കാളിയാക്കാം എന്നു പറഞ്ഞ് തന്നെ വഞ്ചിച്ചുവെന്നും വിതരണ അവകാശം മറ്റൊരാൾക്ക് നൽകിയെന്നും ചൂണ്ടിക്കാണിച്ചുള്ള ഷംനാസിന്റെ പരാതിയിൽ നിവിൻ പോളി, സംവിധായകൻ എബ്രിഡ് ഷൈൻ എന്നിവർക്കെതിരെ കഴിഞ്ഞ ജൂലൈയിൽ തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തിരുന്നു. 1,95,00,000 രൂപ വാങ്ങിയെന്നാണ് FIR-ൽ പറഞ്ഞിരുന്നത്. ഈ പരാതി നൽകാൻ ഷംനാസ് വ്യാജരേഖകൾ തയ്യാറാക്കിയെന്ന് കോടതി കണ്ടെത്തി. കോടതിയിൽ വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലവും നൽകിയതിനും കോടതിയിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവച്ചതിനുമാണ് ഷംനാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BNS നിയമത്തിലെ 229, 236, 237 എന്നീ വകുപ്പുകളാണ് PS ഷംനാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. വ്യാജ തെളിവുകൾ നൽകുന്നത് കോടതിയെ കബളിപ്പിക്കലാണെന്ന് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കോടതിതല അന്വേഷണം നടത്തിയ ശേഷമാണ് കേസെടുത്തിരിക്കുന്നത്. മഹാവീര്യർ ചിത്രത്തിന്റെ സഹനിർമ്മാതാവാണ് PS ഷംനാസ്. മഹാവീര്യർ പരാജയപ്പെട്ടപ്പോൾ നിവിൻ പോളി 95 ലക്ഷം രൂപ ഷംനാസിന് നൽകാമെന്നും എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു 2-വിൽ നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്നും ഉറപ്പു നൽകിയിരുന്നു എന്നാണ് പരാതി. തുടർന്ന് 2024 ഏപ്രിലിൽ സിനിമയുടെ നിർമ്മാണത്തിനായി 1.90 കോടി രൂപ കൈമാറിയെന്നും ഷംനാസ് പറയുന്നു. പിന്നീട് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് കത്ത് നൽകിയ ശേഷം സിനിമയുടെ ടൈറ്റിൽ എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിന്ന് PS ഷംനാസിന്റെ മൂവി മേക്കേഴ്സ് ബാനറിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടെ സിനിമയുടെ ബജറ്റ് സംബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് ഷംനാസുമായുള്ള കരാർ മറച്ചുവെച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് സിനിമയുടെ വിതരണാവകാശം കൈമാറിയെന്ന് പരാതിയിൽ പറയുന്നു. നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയേഴ്സിനാണ് സിനിമയിൽ അവകാശമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇതെന്നും ദുബായിലെ കമ്പനിക്ക് 5 കോടി രൂപയ്ക്കാണ് ഓവർസീസ് വിതരണാവകാശം നൽകിയതെന്നും ഇതിൽ 2 കോടി രൂപ അഡ്വാൻസായി വാങ്ങിയെന്നും ഷംനാസിന്റെ പരാതിയിൽ പറയുന്നു. കേസിൽ നിവിൻ പോളിയായിരുന്നു 1-ാം പ്രതി, എബ്രിഡ് ഷൈൻ 2-ാം പ്രതിയായിരുന്നു. അതേസമയം ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കോടതി ഷംനാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം നിവിൻ പോളിക്കെതിരായ സ്ത്രീപീഡന കേസ് എല്ലാ അർത്ഥത്തിലും കോടതിയിൽ പൊളിഞ്ഞിരുന്നു. അതിന് പിന്നാലെ ഈയൊരു സാമ്പത്തിക തട്ടിപ്പ് കേസിലും ഇപ്പോൾ നിവിൻ പോളിക്ക് ആശ്വാസമായി മാറുകയാണ് കോടതി വിധി. അതേസമയം സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം നൽകി ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി. എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പിന്നീട് ഇതിൽ നിവിൻ പോളിക്ക് അനുകൂലമായി തന്നെ വിധി വന്ന ഒരു സാഹചര്യമായിരുന്നു. അതേസമയം നിവിൻ പോളിയും റിയ ഷിബുവും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സർവമായ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായി എത്തിയ ചിത്രം 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറിയ അവസ്ഥയായിരുന്നു. എന്തായാലും മികച്ച കപ്പാസിറ്റിയിൽ ചിത്രം പ്രദർശനം തുടരുന്നുണ്ടായിരുന്നു. എന്തായാലും സർവമായയ്ക്ക് ശേഷം ഒരു പിടി മികച്ച റിലീസുകളും പ്രൊജക്റ്റുകളുമാണ് നിവിൻ പോളിയെ കാത്തിരിക്കുന്നത്. ജനുവരി 23-ന് അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ബേബി ഗേൾ എത്തും. പ്രേമലു ടീം ഒരുക്കുന്ന ബദ്ലേഹം കുടുംബ യൂണിറ്റിലും നിവിനാണ് നായകൻ. തമിഴിൽ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായ ബെൻസിലും വില്ലൻ വേഷത്തിൽ നിവിൻ എത്തുന്നുണ്ട്. ഡിയർ സ്റ്റുഡൻസ്, മൾട്ടിവേഴ്സ്, മന്മഥൻ, B ഉണ്ണികൃഷ്ണൻ ചിത്രം എന്നിവയാണ് നിവിൻ പോളിയുടെ അണിയറയിൽ ഒരുങ്ങുന്ന മറ്റു ചിത്രങ്ങൾ.